ഹായ്, എൻ്റെ കൂടെ ഇരിക്കുന്നത് ആര്യയാണ്. ഈ കഴിഞ്ഞ ജെയ് മെയിൻ എക്സാം കഴിഞ്ഞ സമയത്ത് NIT ഒരു സീറ്റ് ഉറപ്പിച്ച് ജെയ് അഡ്വാൻസിന് വേണ്ടി നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിൽ പ്രിപ്പറേഷൻ തുടർന്ന ആര്യാണ്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ആര്യക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ആര്യ, അപ്പോ എന്ത് തോന്നുന്നു ഇപ്പൊ? സന്തോഷം. സ്വാഭാവികമായിട്ടും അല്ലെ, സന്തോഷമാണോ ഒന്ന്? അപ്പോ ആര്യ എങ്ങനെയാണ് സൈലത്തിലേക്ക് എത്തിച്ചേർന്നത്? ഞാന് പണ്ട് മുതലേ ഇപ്പൊ +1 +2 പഠിക്കുമ്പോ നമ്മളൊന്നും പഠിക്കുമായിരുന്നില്ല. അത് കഴിഞ്ഞ പിന്നെ മാരത്തോൺ ഒക്കെ കണ്ട് മാരത്തോൺ പഠിച്ചിട്ട് പോയിട്ട് അടക്കം എനിക്ക് ഭയങ്കര നല്ല മാർക്കും ആകെ 1-2 മാർക്ക് എനിക്ക് 12th പോയുള്ളൂ. ആ ഒരു വിശ്വാസം സൈലം മാത്രം കണ്ടുപിടിച്ചിട്ടാ വന്നേ. അപ്പൊ സൈലത്തില് ആ 2 മാസത്തിൽ പഠിച്ചിട്ട് എനിക്ക് ഇവിടെ എത്താമെങ്കിൽ സൈലത്തിന് എന്തൊക്കെയോ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആര്യ സ്റ്റേറ്റ് ആയിരുന്നു CBSE? സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് സിലബസ് നമ്മൾ പഠിച്ചു അല്ലെ, മാരത്തോൺ വെച്ച് പഠിച്ചു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, അപ്പൊ ഇനിയുള്ള കുട്ടികളോട്, ഇപ്പം JEE ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണ്, ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളത് ഈ മാരത്തോൺ മാത്രം കണ്ട് പഠിച്ചാൽ മതിയാവോ? ഒരിക്കലും ഇല്ല. എനിക്ക് ABCD അറിയില്ല, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും. ഞാൻ ചുമ്മാ കാണാപ്പാടം പഠിച്ചു പോയി എഴുതുന്നു, എനിക്ക് കിട്ടും മാർക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷെ അത് പഠിച്ചിട്ട് പക്ഷെ അതുകൊണ്ട് മാർക്ക് കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നമുക്കൊരു കോളേജ് സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ പല എൻട്രൻസ് എക്സാം ആണ് വേണ്ടത്. അതിനൊന്നും ഇങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനായിട്ട് പഠിക്കുമ്പോ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കണം. അപ്പൊ അതിനായിട്ട് +1 +2 പഠിക്കുമ്പോ തന്നെ കോൺസെപ്റ്റ് ബേസ് ആയിട്ട് അല്ലെ. അപ്പൊ അവസാനം ഒരു ബ്രഷപ്പിന് വേണ്ടി വേണമെങ്കിൽ മാരത്തോണുകളൊക്കെ കണ്ടു ഉഷാറാക്കി അല്ലെ, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ആര്യ പിന്നെ +1 +2 പറഞ്ഞു അവരൊക്കെ ബൈ ഹാർട്ടൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഭയങ്കര എന്താ പറയാ, മാരത്തോണത്തെ കണ്ട് പാസ്സായതാണ്. അപ്പൊ എന്നിട്ട് ഇപ്പൊ സൈലത്തിലേക്ക് വന്നു അല്ലെ. ഇപ്പൊ നമുക്ക് പിന്നെ നല്ല പെർസെന്റേജ് വാങ്ങിയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അപ്പോ അതെങ്ങനെയാണ്, അതായത് ഇപ്പൊ അതിൽ നല്ല ബുദ്ധിമുട്ട് ഇനീഷ്യലി ഫേസ് ചെയ്തു. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തരണം ചെയ്തത്? കാരണം തരണം ചെയ്യാതെ നമ്മൾ ഈ പെർസെന്റേജ് കിട്ടില്ലല്ലോ. അപ്പോ അതെങ്ങനെയായിരുന്നു ആ അനുഭവം? ആദ്യം ഞാൻ ഇവിടെ വരുമ്പോ തന്നെ ഭയങ്കര മൈൻഡ് സെറ്റ് ആയിരുന്നു, കൊടുക്കുന്നത് ആകെ 1 വർഷമാണ്. ഈ 1 വർഷം എന്തായാലും ഫുൾ ഇടാ, കിട്ടിയാ കിട്ടിയിട്ടില്ലെങ്കില്ല, പക്ഷെ നമ്മുടെ മാക്സിമം കൊടുക്കാം. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര നന്നായി വർക്ക് ചെയ്തു. ഒരു ഡബിൾ, ഞാൻ 1 മിനിറ്റ് പോലും കഴിക്കാനൊക്കെ പോകുമ്പോ ഓടി പോയി കഴിച്ച് വന്നിരുന്ന് അങ്ങനെ പഠിക്കായിരുന്നു. ബിക്കോസ് അത്രയും ഗ്രാസ് പെയിൻ എനിക്ക് ഉണ്ടായിരുന്നു. ബേസ് മുതൽ ഞാൻ ബിൽഡ് ചെയ്ത് വരണമായിരുന്നു. ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് എടുക്കും. ചെറിയ ഡൗട്ട് ആണെങ്കിലും പോയി ചോദിക്കുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. അപ്പം എല്ലാം ഓരോന്നും പറഞ്ഞു തരും. അങ്ങനെ അതിൽ ബിൽഡ് ചെയ്ത് പിന്നെ ഒരു പകുതി എത്തിയപ്പോ നമുക്ക് ബേസ് ഒക്കെ ബിൽഡായി കിട്ടിയല്ലോ. അപ്പൊ പിന്നെ അതില് നമ്മള് പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്ത് അങ്ങനെയാണ് ഇതിലെത്തിയത്. അപ്പൊ എനിക്ക് ബേസ് ബിൽഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അതില് ടീച്ചേഴ്സ് ഒക്കെ സഹായിച്ചു, ഭയങ്കര സഹായിച്ചു അല്ലെ. അവ എപ്പോഴെങ്കിലും ഡൗൺ ആവുന്ന സമയത്ത് എങ്ങനെ മെന്റേഴ്സിന്റെയും അതേപോലെ വാർഡന്റെയൊക്കെ സപ്പോർട്ട്? അത് ഉറപ്പായിട്ടും ഡൗൺ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെക്കാളും നല്ല ബേസിലൊക്കെ വരുമ്പോ നമുക്ക് ബേസ് പോലും കിട്ടാതിരിക്കുമ്പോ നമുക്ക് ഉറപ്പായിട്ടും ഭയങ്കര ഡൗൺ ആവുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയിരുന്നു. കൂടെ പറയാനാണെങ്കിൽ പാരന്റ്സും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് ഡൗൺ ആവുമ്പോ മെന്റേഴ്സ് തന്നെയായിരുന്നു ഉള്ളത്. നമ്മളുടെ എന്താ പറയാ, ഏറ്റവും അടുത്തുള്ള അവരെ വിളിച്ചെടുത്തിരുത്തി കുഴപ്പമില്ല ഇങ്ങനെ ആയിരിക്കും. നമ്മൾക്ക് വേണ്ടി അവരെന്തിനാ ഇത്രയൊക്കെ പറയുന്നത് തന്നെ നമുക്ക്, അതായത് ആര്യയുടെ ഫീൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പൊ ആ ഒരു വേർഡ്സ് കിട്ടുന്നില്ല അല്ലെ, എത്രത്തോളം ആണെന്നുള്ളൊരു വേർഡ്സ് കിട്ടുന്നില്ല. മെന്റർ ഭയങ്കര ഒരു ഫാക്ടറാണ്. മെന്റേഴ്സ് ഭയങ്കര ഫാക്ടർ, നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. അതെ അല്ലെ. അപ്പൊ ആര്യ പിന്നെ തൃശ്ശൂരാണ് ഇനിഷ്യലി പഠിച്ചത് അല്ലെ. പിന്നീട് ഫസ്റ്റ് ഫേസിന് ശേഷം നമുക്ക് അഡ്വാൻസ് പ്രിപ്പറേഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കോഴിക്കോടേക്ക് വന്നു അല്ലെ. അപ്പൊ എങ്ങനെയാണ് 2 സെന്റേഴ്സും 2 കുട്ടികൾക്ക് ഓക്കെ ആയിരിക്കും? ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്, കാരണം അവര് ഭയങ്കരമായി കൺഫ്യൂസ് അടിക്കുന്ന സമയമായിരിക്കും. അപ്പൊ എന്താണ് ആര്യയുടെ അനുഭവം എന്ന് പറഞ്ഞത്? രണ്ടും സൈലം തന്നെയാണല്ലോ. ഇവിടെ ഫോളോ ചെയ്യുന്ന ബ്ലൂ പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ്. സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാം രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. തൃശ്ശൂർ പോയാലും കോഴിക്കോട് പോയാലും എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ്. തീർച്ചയായിട്ടും സൈലം ഒരേ കണ്ടന്റ് ആണ് അല്ലെ, ഒരേ സ്ലൈഡ് ആണ്. ഓൾ ഓവർ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം എവിടെ ആയാലും പഠിക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല, രണ്ടും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യെസ്, ഞാൻ ഓർക്കുന്നു. കാരണം പിന്നെ ആര്യ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ് അല്ലെ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂർ വന്ന കുട്ടികളൊക്കെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത്, NDPC നിർത്തിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ആര്യയുടെ മുഖത്ത് ആ പരിഭവവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് സെന്റർ മാറിയതിന്റെ, സ്ഥലം മാറിയതിന്റെ ഒന്നും. ഓക്കെ, അത് സ്ട്രെസ് ഫ്രീ ആയിരുന്നു എന്ന് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തത് പിന്നെ നമുക്കിപ്പോ സൈലത്തിന് ഒരുപാട് പ്രോഗ്രാംസ് അല്ലെ. ഇപ്പൊ സാധാരണ ഒരു സ്ഥാപനം കൊടുക്കുന്ന ക്ലാസ്സുകൾ ഉപരി മിഷൻ 99 അല്ലെ, പിന്നെ വൺ ഷോട്ട് സീരീസുകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തായിരുന്നു ആര്യയുടെ അഭിപ്രായം എന്താണ്? അത് ഹെൽപ്ഫുൾ ആയോ? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞേക്കും. സോളി എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളും മെറ്റീരിയൽസും വീഡിയോസും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്ത് എന്റെ പ്രിപ്പറേഷൻ അതായത് വേറെ ഒരു സംഭവം പോയിട്ടില്ല. ഒരു സംഭവം എനിക്കില്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ സൈലത്തിന്റെ ടെക്സ്റ്റ് നോക്കും, അതിന് വൺ ഷോട്ട് നോക്കും, സമയം ഉണ്ടെങ്കിൽ 99 നോക്കും. സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടും അതെ അങ്ങനെ എല്ലാം മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം GIB. ഓക്കെ, ഞാനത് ചോദിക്കാൻ. ഓക്കെ, GIB. അപ്പൊ എന്താണ് GIBന്റെ ഉള്ള ഒരു GIB? നമ്മളിപ്പോ ഒരുപാട് GIB എഴുതി, 2 മാസം 1 മാസം കൂടുമ്പോ നമുക്ക് GIB ആണ്. അപ്പൊ അത്രയും മോക്ക് ടെസ്റ്റ് നമുക്ക് എഴുതിയിട്ട്, എല്ലാരും പറയാ എക്സാമിന്റെ ഒരു 10 ദിവസം മുമ്പ് മോക്ക് ടെസ്റ്റ് എഴുതി ശീലിക്കണം, നമ്മളുടെ ഒരു എൻവയറമെന്റ് സൃഷ്ടിക്കണം എന്നാണ്. പക്ഷെ സൈലം ലൈക് ഫസ്റ്റ് മുതലേ നമ്മൾ ആദ്യത്തെ മാസം മുതൽ മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയി അതേ എൻവയറമെന്റിൽ അതേ സാധനം. അപ്പൊ അങ്ങനെ എഴുതി പരിചയമാകുമ്പോൾ അത് ഭയങ്കര ഒരു കണ്ണിന് ഒരു ഭയങ്കര ഡ്രൈ ആവുന്നില്ല. നമുക്ക് ഇരുന്ന പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണുവേദന അങ്ങനെയൊന്നും ഇല്ല സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഭയങ്കര അതായത് നമ്മൾ ഓൾറെഡി JEE മോഡലുള്ള എക്സാം, പക്ക മോഡലുള്ള എക്സാം തന്നെ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എന്താക്കാണ് JEEക്ക് എഴുതാൻ വേണ്ടി. അപ്പൊ അതിൻ്റെതായ എല്ലാ യൂസും ആര്യയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആര്യ പറയുന്നത് അല്ലെ. ഇനി ചോദിക്കാനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരാൻ വന്ന കുട്ടികൾ, അതായത് ഇനി 10ാം ക്ലാസ്സിലെ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരോട് ഒരു JEE ആസ്പിറന്റ് എന്ന രീതിയിൽ ഒരു വർഷം സൈലത്തിൽ പഠിച്ച അല്ലെങ്കിൽ അടുത്തൊരു NIT പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി എന്ന നിലയിൽ എന്താണ് ആര്യക്ക് പറയാനുള്ളത്? ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞോളൂ. സോ ഞാൻ പറയും 10th കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പൊ IIT-ലും NIT-ലും കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ +1 +2 2 വർഷം ഭയങ്കര വലിയ ഒരു വർഷം നീണ്ട കാലമാണ്. സോ അപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഭയങ്കര ഡീപ്പായിട്ട് പോയി പഠിക്കുക. നമ്മള് ബൈ ഹാർട്ട് എന്നെ പോലെ പഠിക്കാതിരിക്കുക. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാതിരിക്കുക. അതെ, ബോർഡ് എക്സാം ഇല്ലെങ്കിലും നമുക്ക് എൻട്രൻസ് കിട്ടും, ഒരു മിനിമം പെർസെന്റേജ് മതി. അതിനായിട്ട് എൻട്രൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടും. അങ്ങനെ പഠിക്കുക. ഇനിയിപ്പോ എന്നെ പോലെ +1 +2 തട്ടിക്കൂട്ടി പഠിച്ചവരാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു വർഷം ഭയങ്കര ഡെഡിക്കേറ്റഡ് ഇരുന്ന ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമേ ഉള്ളൂ. അതിന് സൈലം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. മീൻസ് നമ്മളുടെ ഏത് ലെവലാണ് അവർ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. ബേസ് ഇല്ലെങ്കിൽ ബേസ് ബിൽഡ് ചെയ്ത് തരും. നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള അവർ അഡ്വൈസ് തരും. എന്താണെങ്കിലും സൈലം കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇനി ഇതിൽ ഏതെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൈലത്തിലേക്ക് വരിക. അവരെപ്പോഴും കൂടെ ഉണ്ടാവും, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. മക്കളെ, അപ്പൊ ആര്യ അവസാനം പറഞ്ഞ കാര്യം ഭയങ്കരമായിട്ട് ഫാക്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളെ പഠിത്തം ഇപ്പോഴേ നോക്കുക. 10ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ഇപ്പോഴേ നോക്കുക. അതുപോലെ +1 നിങ്ങൾ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് അവിടെ മുതൽ JEEയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടേത് ഉറപ്പായിട്ടും ആര്യയുടെ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മളിവിടെ കാണാം. അപ്പൊ ആര്യ, ഇനി അടുത്ത JEE അഡ്വാൻസ്ഡ് എക്സാമിനോട് ഓൾ ദി ബെസ്റ്റ്.